KTU ഡിജിറ്റൽ സർവകലാശാലകളിലെ സ്ഥിരം VCയെ സുപ്രീം കോടതി നിയമിക്കും. ഒരു പേര് മാത്രം മുദ്രവെച്ച കവറിൽ നൽകാൻ സുധാൻശു ധൂലിയ കമ്മിറ്റിക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ഇടവേള. ഞാൻ ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ധനസുമോദനോടൊപ്പം ഡൽഹിയിൽ നിന്ന്. ധനസുമോദൻ, എന്താണ് വിശദാംശം? ഈ സുപ്രീം കോടതി നേരിട്ട് രണ്ട് സർവകലാശാലകളുടെയും VCയെ നിയമിക്കാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചപ്പോൾ തന്നെ ജസ്റ്റിസ് JB പർദിവാലയുടെ ബെഞ്ച് പറഞ്ഞത് ഈ കത്ത് കൈമാറ്റമല്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യവും ഈ VC സ്ഥിര നിയമനവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല. സാങ്കേതിക സർവകലാശാലയിലായാലും ഈ ഡിജിറ്റൽ സർവകലാശാലയിലായാലും ഇത് തന്നെയാണ് പ്രശ്നമുണ്ടായിരിക്കുന്നത്. നേരത്തെ ജസ്റ്റിസ് ധൂലിയ കമ്മിറ്റി ഒരു കൃത്യമായ പേരുകൾ നൽകിയിരുന്നു, അദ്ദേഹത്തിന് നൽകിയിരുന്നു, മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന പേര് അംഗീകരിക്കാത്ത ഒരു അവസ്ഥയാണ് ചാൻസലർ കൂടിയായ ഗവർണർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഉള്ള കാര്യങ്ങൾ സുപ്രീം കോടതി നേരിട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഇപ്പോൾ ബുധനാഴ്ചയ്ക്കകം ഒറ്റ പേര് സമർപ്പിക്കാനാണ് ഇപ്പോൾ ജസ്റ്റിസ് നേരത്തെ നിയമിച്ച നിർണയ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജസ്റ്റിസ് സുധാംശു ധൂലിയ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരിക്കൽ കൂടി നിങ്ങൾ ഇടപെടൽ നടത്തണം, ഈ പല പേരുകളിൽ നിന്നും ഒറ്റ പേരുകളായി മാത്രം സമർപ്പിക്കണം, അത് സുപ്രീം കോടതിക്ക് സമർപ്പിക്കണം. സുപ്രീം കോടതിക്ക് ബുധനാഴ്ചയ്ക്ക് മുമ്പിൽ മുദ്രവെച്ച കവറിൽ ഈ പേരുകൾ കൃത്യമായി സമർപ്പിക്കണം. അതിനുശേഷം വ്യാഴാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും. അപ്പോൾ ഈ തരത്തിലുള്ള ഡെഡ് ലോക്കിന് ഒരു പരിഹാരമാകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ജസ്റ്റിസ് JB പർദിവാല സുപ്രീം കോടതിയിൽ കേസ് പരിഗണിച്ചുകൊണ്ട് അറിയിച്ചത്.